നമസ്കാരം. ഞാൻ കവിരാജ് അമ്പലപ്പുഴ. ഞാൻ കണ്ട സൗത്ത് കൊറിയയെക്കുറിച്ചുള്ള രണ്ടാമത്തെ എപ്പിസോഡാണ് ഇത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നത് പോലെ 2022 ആണ് ഞാൻ കൊറിയ സന്ദർശിച്ചത്. അതായത് കൊറോണയ്ക്ക് ശേഷം. ക്രിസ്തുവിന് മുൻപും ക്രിസ്തുവിന് ശേഷവും എന്ന് പറഞ്ഞ് ചരിത്ര കാലഘട്ടങ്ങളെ വേർതിരിക്കുന്നത് പോലെ നമുക്ക് കൊറോണയ്ക്ക് മുൻപും കൊറോണയ്ക്ക് ശേഷവും എന്ന് പറഞ്ഞ് വേർതിരിക്കേണ്ടി വന്നിരിക്കുന്നു, അല്ലേ? അതെ, കൊറോണയ്ക്ക് ശേഷം ഞാൻ സന്ദർശിച്ച ആദ്യത്തെ രാജ്യമായിരുന്നു സൗത്ത് കൊറിയ. അതുകൊണ്ട് തന്നെ ആണ് ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കുന്ന ഞങ്ങളിൽ പലരും ഇപ്പോഴും മാസ്കുകൾ ധരിച്ചിരിക്കുന്നത്. ഈ എപ്പിസോഡിൽ ഉടനീളം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞങ്ങളുടെ ഈ യാത്രയിൽ വിമാനത്തിൽ സഞ്ചരിക്കുവാൻ മാസ്ക് നിർബന്ധമായിരുന്നു. അതുപോലെ തന്നെ എയർപോർട്ട് ഫെസിലിറ്റിക്കെല്ലാം മാസ്ക് നിർബന്ധമായിട്ടുണ്ടായിരുന്നു. ബാക്കി പൊതു ഇടങ്ങളിൽ നമുക്ക് ഓരോരുത്തരുടെയും സ്വയം താല്പര്യം അനുസരിച്ച് മാസ്ക് ധരിക്കുകയോ ധരിക്കാതിരിക്കുകയോ ചെയ്യാമായിരുന്നു. ഞാൻ നിശ്ചയിച്ചിരിക്കുന്ന പരിപാടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഒരു രാജകൊട്ടാരം സന്ദർശിക്കുക എന്നുള്ളത്. അതിനായി രാവിലെ തന്നെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം ആ കൊട്ടാരത്തിലേക്ക് പോകുന്ന വഴിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ കൊട്ടാരത്തിൽ പതിവായി നടക്കുന്ന ഗാർഡ് ഓഫ് ചേഞ്ച് എന്ന ആചാരം കാണുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മുഖ്യ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് രാവിലെ തന്നെ ഞങ്ങൾ ഇവിടെ എത്തിയത്. നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്ന ഈ ജോസൻ രാജവംശത്തിലെ പ്രധാന രാജകൊട്ടാരമായിരുന്ന ജിയോങ് ബോക്കോങ് കൊട്ടാരം നമ്മൾ ആ കൊട്ടാര വളപ്പിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഗൈഡും ഞങ്ങളെ അനുഗമിച്ച ഞങ്ങളുടെ ഗ്രൂപ്പ് മാനേജരും ഈ കൊട്ടാരത്തെക്കുറിച്ചും അതിൻ്റെ ചരിത്ര സംഭവങ്ങളെക്കുറിച്ചുള്ള ചെറിയ വിവരണങ്ങളാണ് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. 1395 നിർമ്മിച്ച ഇത് ദക്ഷിണ കൊറിയയിലെ വടക്കൻ സിയോളിലെ ആണ് സ്ഥിതി ചെയ്യുന്നത്. ജോസോൻ രാജവംശം നിർമ്മിച്ച 5 ഗ്രാൻഡ് പാലസുകളിൽ ഏറ്റവും വലുത്. രാജകുടുംബത്തിന്റെ ഭവനമായും ശേഷം ഗവൺമെന്റിന്റെ പല മന്ത്രാലയങ്ങളായും ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ കൊട്ടാരത്തിലെ ഗാർഡ് മാറ്റുന്ന ചടങ്ങ് ജോസോൻ രാജവംശത്തിന്റെ പാരമ്പര്യങ്ങളെ പ്രതിധ്വനിപ്പിക്കുന്ന ഒരു ആകർഷക സംഭവമാണ്. ദിവസേന എന്നോളം ആയിരക്കണക്കിന് പ്രേക്ഷകരാണ് ഇത് കാണാൻ എത്തുന്നത്. കൊറിയ സന്ദർശിക്കുന്നവർ ഈ ചടങ്ങ് ഉപേക്ഷിക്കാറില്ല. സാധാരണ സിയോളിൽ എത്തിയാൽ പ്രധാനമായും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു ചടങ്ങാണ് ഈ ഗാർഡ് മാറ്റ ചടങ്ങ്. ചടങ്ങ് ദിവസേന 2 നേരം നടക്കുന്നുണ്ട്. ചൊവ്വാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും രാവിലെ 10-നും ഉച്ചയ്ക്ക് 2-നുമാണ് ഈ ചടങ്ങ് പ്രധാനമായും നടക്കുന്നത്. ഗുവാങ്മോങ് ഗേറ്റിനുള്ളിലെ ഈ ചതുരം ഒരു പുനർനിർമ്മാണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാവൽക്കാർ രാജകീയ യൂണിഫോം ധരിക്കുന്നു, പരമ്പരാഗത ആയുധങ്ങൾ വഹിക്കുന്നു, പരമ്പരാഗത ഉപകരണങ്ങൾ വായിക്കുന്നു. കൊറിയയുടെ രാജകീയ ഭൂതകാലത്തേക്ക് ഒരു അപൂർവ കാഴ്ച നൽകുന്നു. നമുക്കവിടെ വെയിറ്റ് ചെയ്യാം. അവർ വരുന്നതിന് ശേഷം അത് കണ്ടതിന് ശേഷം മാത്രമേ നമ്മൾ തിരിച്ചു പോവുകയുള്ളൂ. ലണ്ടനിലെ ബാക്കിംഗ്ഹാം കൊട്ടാരത്തിലെ കാവൽക്കാരെ മാറ്റുന്നതിന് സമാനമായി ഈ ചടങ്ങ് ഗുവാമൻ ഗേറ്റിനെ സംരക്ഷിച്ച ഗാർഡുകളുടെ ഷിഫ്റ്റുകൾക്കിടയിലുള്ള പരിവർത്തനത്തെ അടയാളപ്പെടുത്തുന്നു. ചടങ്ങ് ഏകദേശം 30 മിനിറ്റ് നീണ്ടു നിൽക്കും. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ചടങ്ങ് ആരംഭിച്ചു കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഭടന്മാർ അവരുടെ രാജകീയ യൂണിഫോം ധരിച്ചുകൊണ്ടും രാജ്യത്തിന്റെ ഫ്ലാഗ് കൊടിയും പിടിച്ചുകൊണ്ട് ഒരു ഭാഗത്തു നിന്നും മറുഭാഗത്തേക്ക്, അതായത് തെക്കേ ഭാഗത്തു നിന്നും വടക്കേ ഭാഗത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾ ഗുവാങ്മോങ് കൊട്ടാരം സന്ദർശിക്കുകയാണെങ്കിൽ, അതായത് ഈ കൊട്ടാരം സന്ദർശിക്കാൻ പരിപാടി ഇടുകയാണെങ്കിൽ കൊറിയൻ സാംസ്കാരിക പൈതൃകത്തിന്റെ ഗംഭീരവും മനോഹരമായ ഈ പ്രദർശനം കാണാൻ മടി കാണിക്കരുത്, മറക്കരുത്. ജോസോൻ രാജവംശത്തിന്റെ കാലത്ത് തലസ്ഥാന നഗരിയുടെയും കൊട്ടാരങ്ങളുടെയും കവാടങ്ങൾ സംരക്ഷിക്കുന്നതിനും പെട്രോളിങ്ങിനും രാജകീയ ഗാർഡുകൾ ഉത്തരവാദികളായിരുന്നു. രാജാവ് വസിച്ചിരുന്ന പ്രാഥമിക കൊട്ടാരത്തിന്റെ പ്രവേശന കവാടങ്ങൾ സൂക്ഷിക്കുകയും രാജാവിനെ സംരക്ഷിക്കുക എന്ന നിർണായക ചുമതല വാങ്ബുങ് എന്നറിയപ്പെടുന്ന രാജകൊട്ടാരം കാവൽക്കാരായിരുന്നു. ആ പേരിൽ അറിയപ്പെടുന്നവരാണ് ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നത്. കൊട്ടാര കവാടങ്ങൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുക, സന്ദർശകരെ പരിശോധിക്കുക, കൊട്ടാരത്തിന്റെ സൂക്ഷ്മ നിരീക്ഷണം നടത്തുക തുടങ്ങിയ ജോലികൾ ആണ് ഇവരുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടിട്ടുള്ളത്. കാവൽക്കാർ രാവും പകലും ഷിഫ്റ്റുകളായി ജോലി ചെയ്യുന്നു. ഷിഫ്റ്റുകൾ മാറുമ്പോഴെല്ലാം ഗാർഡ് മാറ്റൽ ചടങ്ങ് നടക്കുന്നു. ഈ ചടങ്ങുകളുടെ ഒരു പുനരാവിഷ്കരണമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിപുലമായ ചരിത്ര ഗവേഷണത്തിന് ശേഷം ഈ ഗംഭീരമായ പരമ്പരാഗത കൊറിയൻ രാജകീയ സാംസ്കാരിക ചടങ്ങ് ആദ്യമായി 1996 വീണ്ടും അവതരിപ്പിച്ചു. സോൾ സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ആകർഷകമായി ഇത് മാറുകയും ചെയ്തു. ചടങ്ങ് പഴയതുപോലെ തന്നെ പുനരവതരിപ്പിക്കുന്നു. കാവൽക്കാർ രാജകീയ യൂണിഫോം ധരിക്കുന്നു, പരമ്പരാഗത ആയുധങ്ങൾ വഹിക്കുന്നു, പരമ്പരാഗത ഉപകരണങ്ങൾ വായിക്കുന്നു.
ഈ പാരമ്പര്യം ബക്കിംഗ്ഹാം കൊട്ടാരത്തിലെ കാവൽക്കാരന്മാരിൽ താരമാണെന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നല്ലോ. ഈ കൊട്ടാരത്തിന്റെ ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് എത്തി നോക്കിയാൽ ഇംജിൻ യുദ്ധത്തിൽ, അതായത് 1592 മുതൽ 1598 വരെ നടന്ന ആ യുദ്ധം, ഈ പരിസരം തീപിടുത്തത്തിൽ നശിക്കപ്പെടുകയും 2 നൂറ്റാണ്ടുകളായി ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യുന്നതുവരെ ജോസോൺ രാജവംശത്തിന്റെ പ്രധാന കൊട്ടാരമായിരുന്നു ഇത്. എന്നിരുന്നാലും 19-ാം നൂറ്റാണ്ടിൽ ഗോജോങ് രാജാവിന്റെ ഭരണകാലത്ത് രാജകുമാരൻ റിജിന്റെ നേതൃത്വത്തിൽ കൊട്ടാരത്തിലെ 7700 മുറികളും പുനഃസ്ഥാപിച്ചു. 40 ഹെക്ടറിലധികം സ്ഥലത്ത് 500 കെട്ടിടങ്ങൾ പുനഃസ്ഥാപിച്ചു. പുരാതന കൊറിയയുടെ വാസ്തുവിദ്യാ തത്വങ്ങൾ ജോസോൺ ചാജിക കോടതിയുടെ പാരമ്പര്യത്തിലും രൂപത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഗാർഡുമാറ്റ് ചടങ്ങുകൾ തുടക്കം മുതൽ അവസാനം വരെ അവരുടെ പരമ്പരാഗത വാദ്യമേള സംഗീതത്തോടു കൂടിയും പ്രത്യേക ഗാനത്തോടു കൂടിയുമാണ് നടത്തുന്നതും അവസാനിപ്പിക്കുന്നതും. പക്ഷേ എൻ്റെ ചിത്രീകരണത്തിൽ ചില ശബ്ദ മലിനീകരണങ്ങൾ ഉണ്ടായത് കാരണം ഞാൻ ആ ഭാഗങ്ങൾ അല്ലെങ്കിൽ ആ പാശ്ചാത്തല സംഗീതം നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല, ക്ഷമിക്കുക. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കൊറിയയുടെ അധിനിവേശ സമയത്ത് ജപ്പാൻ സാമ്രാജ്യം കൊട്ടാരത്തിന്റെ ഭൂരിഭാഗവും വ്യവസ്ഥാപിതമായി നശിപ്പിച്ചിരുന്നു. 1963 ജനുവരി 21-ന് ഇത് ഒരു സാംസ്കാരിക സ്വത്തായി നിയോഗിക്കപ്പെട്ടു. 1990 മുതൽ മതിലുകളുള്ള കൊട്ടാര സമുച്ചയം ക്രമേണ അതിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് പുനഃസ്ഥാപിക്കപ്പെടുകയാണ് ഉണ്ടായത്. കോംപ്ലക്സിന്റെ പരിസരത്ത് നാഷണൽ പാലസ് മ്യൂസിയം, നാഷണൽ ഫോക്ക് മ്യൂസിയം എന്നിവയുമുണ്ട്. ഈ കൊട്ടാരം സന്ദർശിക്കുന്നതിന് സന്ദർശകർക്ക് കർശനമായ ഡ്രസ് കോഡ് നിർബന്ധമാക്കിയിട്ടില്ലെങ്കിലും കൊട്ടാരത്തിന്റെ ചരിത്രപരവും സാംസ്കാരികപരമായ പ്രാധാന്യം കണക്കിലെടുത്ത് വിനയത്തോടെയും ആദരവോടെയും വസ്ത്രം ധരിക്കാൻ ശുപാർശ ചെയ്യുന്നുണ്ട്. ഗാർഡ് മാറ്റ ചടങ്ങുകൾ ആചാരം നടത്തുന്നതിനും പൂർത്തീകരിക്കുന്നതിനും ഏകദേശം 20 മുതൽ 30 മിനിറ്റ് വരെ എടുക്കും. കൊട്ടാരത്തിലെ എല്ലാ കെട്ടിടങ്ങളും കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏകദേശം 1 മണിക്കൂറെങ്കിലും നമ്മളിവിടെ ചെലവഴിക്കേണ്ടി വരും. 65 വയസ്സിന് മുകളിലുള്ളവർക്കും 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും ഇവിടെ പ്രവേശനം സൗജന്യമാണ്. അതിനുശേഷം ഞങ്ങൾ പോയത് ഈ കൊട്ടാരത്തിനോട് ചേർന്ന് തന്നെയുള്ള ബുക്വോൺ ഹനോക് വില്ലേജിലേക്കായിരുന്നു. പരമ്പരാഗത കൊറിയൻ വീടുകൾക്ക് പേരുകേട്ടതാണ് ഈ വില്ലേജ്. ഹനോക്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് രാജ്യത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിലേക്ക് സന്ദർശകർക്ക് ഒരു കാഴ്ച വിരുന്ന് തന്നെ നൽകുന്നുണ്ട്. ദക്ഷിണ കൊറിയയിലെ സിയോളിൽ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ ഹനോക് വില്ലേജ്. ഈ പരമ്പരാഗത ഗ്രാമം നഗരത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിലേക്ക് ഒരു നേർക്കാഴ്ച നൽകുന്നു. നന്നായി സംരക്ഷിച്ചിരിക്കുന്ന ഈ ഹനോക് വീടുകൾ, ഇടുങ്ങിയ ഇടവഴികൾ, അതിശയകരമായ കാഴ്ചകൾ എന്നിവയാൽ ഹനോക് വില്ലേജ് സവിശേഷവും ആഴത്തിലുള്ളതുമായ അനുഭവങ്ങളാണ് നമുക്ക് നൽകുന്നത്. 21-ാം നൂറ്റാണ്ടിലെ നഗര സാദൃശ്യങ്ങളുമായി സവിശേഷമായി സമന്വയിപ്പിച്ച് 600 വർഷത്തെ ചരിത്രത്തിന്റെ കാഴ്ചകളോടെ ഹനോക് വില്ലേജ് സിയോളിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി വളർന്നു. ദക്ഷിണ കൊറിയയിലെ സിയോളിലെ ജോങ്നോ ജില്ലയിലുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയുടെ അയൽപ്പക്കമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഹനോക് വില്ലേജ്. അതിലൊരു പരമ്പരാഗത വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ കയറുന്നത്. നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് പണ്ടത്തെ വീടുകളിൽ കാണുന്ന പലതും നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. നമുക്കതിനകത്ത് കയറി എൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. ഹനോക് എന്ന് അറിയപ്പെടുന്ന നിരവധി ഇതുപോലുള്ള പരമ്പരാഗത കൊറിയൻ വീടുകൾ ഇവിടെയുണ്ട്. ഇത് ഒരു ജനപ്രിയ വിനോദസഞ്ചാരമാക്കി മാറ്റിയതിൽ അവിടെ താമസിച്ചിരുന്ന താമസക്കാരുമായി കുറച്ചു കാലമായി പല സംഘർഷങ്ങൾക്കും ഇടവരുത്തിയിട്ടുണ്ട്. ഒരു ഹനോക് വീട്ടിൽ ഞാൻ കയറിയെടുത്ത് ചിത്രീകരിച്ച ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പുരാതന തറവാടുകളിൽ കണ്ടിട്ടുള്ള പലതും എനിക്കിവിടെ കാണാൻ സാധിച്ചു. ഇതെല്ലാം സന്ദർശകർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതാണ്. വളരെ ക്ലീൻ ആയിട്ട് ഈ ഭാഗങ്ങളെല്ലാം അവർ സൂക്ഷിച്ചിട്ടുമുണ്ട്. സന്ദർശകരെയും വിനോദസഞ്ചാരികളെയും ആകർഷിക്കുക എന്നതാണ് അവരുടെ പ്രധാന ലക്ഷ്യമെന്ന് തോന്നുന്നു. കൊടും വേനലിൽ വായു സഞ്ചാരത്തിനായിട്ടും ചൂട് കുറയ്ക്കുന്നതിനും വേണ്ടി എല്ലാ വീടിനുള്ളിലും തടി കൊണ്ടുള്ള ഒരു ഹാൾ പ്രത്യേകമായി നിർമ്മിച്ചിട്ടുണ്ട്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകിച്ച് ഉയർന്ന വിഭാഗത്തിൽ താമസിക്കുന്ന സ്ഥലങ്ങളുടെ കർശനമായ വേർതിരിവാണ് ഹനോക് വീടുകളുടെ പ്രധാന ഘടനയുടെ സവിശേഷത. ഈ വില്ലേജിൽ ഞാൻ കണ്ട കാഴ്ചകളിൽ നിന്നും ആകർഷകമായ ചില ഭാഗങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിട്ടുള്ളൂ. ഞാൻ ഈ വില്ലേജിൽ ചിലവഴിച്ച 1 മണിക്കൂർ നേരത്തെ കാഴ്ചകൾ പൂർണ്ണമായും നിങ്ങളിൽ എത്തിക്കണമെങ്കിൽ ചിലപ്പോൾ എപ്പിസോഡുകൾ തന്നെ വേണ്ടിവരും.
ഈ ഹനോക്ക് വില്ലേജിൽ നിന്നും ഇറങ്ങിയ ഞങ്ങൾ ഞങ്ങളുടെ ബസ് പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തെ ലക്ഷ്യമാക്കി നടന്നു. കൊറിയയിൽ വസന്തകാലമായിരുന്നുകൊണ്ടായിരിക്കാം പാതയോര കാഴ്ചകൾ വർണ്ണാതീതമായിരുന്നു. എവിടെയും പൂത്തുലഞ്ഞു നിൽക്കുന്ന മരങ്ങൾ, എത്ര കണ്ടാലും വിവരിച്ചാലും കൊതി തീരാത്ത രീതിയിലുള്ള കാഴ്ചകൾ. സൗത്ത് കൊറിയയുടെ വസന്തകാലത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മറ്റ് കാഴ്ചകളും അതിന്റെ വിവരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.